ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യു. നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്, നിങ്ങളിപ്പോൾ എന്തൊക്കെ ഒരു സ്ട്രഗിൾസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അതിന് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ ഈ റീഡിങ് ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങും. ഈ റീഡിങ്ങിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് എടുക്കുക. അത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത് വിട്ടേക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കറണ്ട് സിറ്റുവേഷൻ ഓഫ് യു. കറണ്ട് സിറ്റുവേഷൻ ഓഫ് യു. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തെല്ലാം വിഷമത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇപ്പോൾ എന്തെല്ലാം ടെൻഷനിലൂടെയും വിഷമത്തിലൂടെയും ഒക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. What is the current situation of you? Current situation of you. അപ്പോൾ ഇത്ര കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാനായി കാണാം. ഇത്ര കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാർഡ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളിപ്പോൾ ഏത് വ്യക്തിയെ കുറിച്ചാണോ, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പുറമേ നിന്ന് നോക്കുന്നവർക്ക് മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിട്ട് തോന്നും. അതായത് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നത് പോലെയൊക്കെ തോന്നും. പക്ഷേ അതങ്ങനെയല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആരും കൊതിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടൊക്കെ തോന്നാമെങ്കിലും അതങ്ങനെയല്ല യഥാർത്ഥത്തിൽ എന്നുള്ളതാണ് ഒരു വാസ്തവം. നിങ്ങൾ പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വളരെ ആഗ്രഹത്തോടെ തീവ്രമായ പ്രതീക്ഷകളോടെയൊക്കെ കടന്നു വന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്സാണ് അല്ലെങ്കിൽ ഒരു റിലേഷനാണിത്. പക്ഷെ കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോഴാണ്, അതായത് യഥാർത്ഥ ഒരു ക്യാരക്ടർ, നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി അവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരാൾ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആ വ്യക്തിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാൻ യാതൊരു താല്പര്യവുമില്ല. അവരുടെ സന്തോഷം അല്ലെങ്കിൽ എൻ്റെ സന്തോഷം, എൻ്റെ പൈസ, എൻ്റെ ഫാമിലി, എൻ്റെ ഫോൺ, എൻ്റെ ജോലി, ഇങ്ങനെ എൻ്റെ അങ്ങനെ പോകുന്നൊരു വ്യക്തിയാണിത്. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാൽ, അത് ഞാൻ എന്ത് പ്രവർത്തിച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് അത് ഏത് ഫീലിങ്ങിലാണ് പോകുന്നത് എന്ന് കൂടി ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ, ഡോണ്ട് കെയർ അബൌട്ട് അതേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ആദ്യമേ നിങ്ങൾക്കത് മനസ്സിലായിരുന്നില്ല. പിന്നീട് കൂടുതൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാകാനായിട്ട് തുടങ്ങിയത്. പക്ഷേ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലിരിക്കുന്ന വ്യക്തിയുമായിട്ട് വളരെയധികം നിങ്ങൾ അടുത്ത് കഴിഞ്ഞു, വളരെയധികം സ്നേഹത്തിലായി, വിട്ടു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയ സമയത്താണ് നിങ്ങൾക്കിതൊക്കെ മനസ്സിലായി വന്നത് തന്നെ. കാരണം നിങ്ങളെപ്പോഴും അവരെ സന്തോഷിപ്പിക്കാനായിട്ട് പലതും ചെയ്ത് നിങ്ങളെ തന്നെ മറന്നു പോയിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ഒരു സന്തോഷം എന്താണെന്ന് വരെ നിങ്ങൾ മറന്നു പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ലൈഫിൽ ചെയ്യുന്നുണ്ട്, എന്നാൽ അതിൽ നിന്നും ഒരു സന്തോഷമോ ഒരു സാറ്റിസ്ഫാക്ഷനോ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷനിൽ
നിൽക്കാനും വയ്യ, ഇറങ്ങി പോകാനും വയ്യാത്ത ഒരവസ്ഥയിലാണ് നിങ്ങൾ. അപ്പോൾ ഫുൾ ടൈം ഒരു അണ്ടർ ഒബ്സർവേഷൻ എന്നൊരു രീതിയിലാണ് ലൈഫ് പോകുന്നതെന്ന് പറയാം. അതായത് മറ്റുള്ള ഒരാളുടെ ഒരു ഒബ്സർവേഷനിലും അല്ലെങ്കിൽ ഒരു ഗൈഡൻസിലും നിങ്ങൾ മറ്റുള്ള ഒരാളുടെ ഒബ്സർവേഷനിൽ അല്ലെങ്കിൽ ഒരു ഗൈഡൻസിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ നമുക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒരു കംഫർട്ട് സോണിലാണ് നമുക്ക് വിചാരിക്കാനേ പറ്റുന്നില്ല. എപ്പോഴും ഒരു ചൂട് പിടിച്ച ഒരവസ്ഥയിലായിരിക്കും നമ്മൾ. അവരെ എപ്പോഴും സന്തോഷിപ്പിച്ച് നിർത്തണം, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അവരുടെ ആളുകൾ എന്ത് വിചാരിക്കും, ഇങ്ങനെ നമ്മളൊരു കംഫർട്ടാകുന്നില്ല, മറ്റുള്ളവരെ പരമാവധി കംഫർട്ടാക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ ഒരു ഹാപ്പി ഉണ്ടായിരിക്കത്തില്ല. അതുപോലൊരു എന്തൂസിയാസ്റ്റിക് ആയിരിക്കില്ല. എന്തോ ഒരു മിസ്സിങ് ഫീൽ നമുക്ക് വരും. അതാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ വല്ലാത്തൊരു ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു സ്നേഹമാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണോട്. അതുകൊണ്ട് തന്നെ അവരെ വിട്ടു പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. പക്ഷേ ചില സമയങ്ങളിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടി രക്ഷപ്പെട്ടാലോ എന്ന് വരെ നിങ്ങൾ വിചാരിക്കാറുണ്ട് എന്നതാണ് സത്യവും. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടവും ഒക്കെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചീറ്റിംഗ് എനർജിയോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയോ ഒന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ചീറ്റിംഗ് എനർജിയോ ഒന്നും തന്നെ കാണാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് വളരെ സ്നേഹം നിങ്ങളോടുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയാണ് എപ്പോഴും ഉള്ളത്. ഉള്ളിൻ്റെ ഉള്ളിൽ പേടിച്ച് നിൽക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അതായത് അവർ എപ്പോഴും നിങ്ങളെ ഒരു ഭയത്തോടെയാണ് നിങ്ങളെ സമീപിക്കുന്നത് തന്നെ. ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളെ പേടിക്കുന്നു. പല പല കാരണങ്ങൾ അതിന് കാണിക്കുന്നുണ്ട്. അതായത് അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ എന്താണ് യഥാർത്ഥ ഒരു കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പേടിക്കുന്നതിന് കാരണം നിങ്ങൾ അവരെ ഇട്ടിട്ട് പോകുമോ, അല്ലെങ്കിൽ അവരെ വിട്ട് വേറെ പേഴ്സണിലേക്ക് പോകുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകൾ അവരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റ് എക്സാക്റ്റ് കാരണം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു പേടി കാരണമാകാം അവർ തൊടുന്നതെല്ലാം സംശയമായിട്ടും ദേഷ്യമായിട്ടും ചില സമയങ്ങളിൽ വല്ലാതെ നിങ്ങളെ ഒരുതരം ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വീർപ്പ് മുട്ടിക്കുന്ന ഒരു സ്നേഹമായിട്ട് പുറത്ത് കാണിക്കുന്നതും ആകാം. അത് പക്ഷേ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങൾക്ക് ഇത്രമാത്രം എന്തുമാത്രം ഇറിറ്റേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നൊന്നും അവർക്ക് മനസ്സിലാകണമെന്നും ഇല്ല. അപ്പോൾ അങ്ങനത്തെ വല്ലാതെ ഒരു ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇതെങ്ങനെ നേരിടാം, അല്ലെങ്കിൽ ഇത് വിട്ടിട്ട് പോയാലോ, റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചാലോ, എങ്കിലൊരു സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടിയേനെ എന്നിങ്ങനെ പല രീതികളിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്കിപ്പോൾ യൂണിവേഴ്സിൻ്റെ 2 ഗൈഡൻസ് എടുത്ത് നോക്കാം. എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് ദ അഡ്വൈസ് ഓഫ്, എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ്? നമുക്ക് കിട്ടിയിരിക്കുന്നത് സൺ കാർഡാണ്. ഒരു കാർഡ് ചാടി വന്നിട്ടുണ്ട്. ക്വീൻ ഓഫ് വാൻസ്, സണ്ണ്, ക്യൂൺ ഓഫ് വാൻസ്. വൺ മോർ നമുക്കെടുത്ത് നോക്കാം. എയ്റ്റ് ഓഫ് വാൻസ് ആണ് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലാസ്റ്റ് ഒരു കാർഡ് ഹൈ പ്രിൻസസ്. അപ്പോൾ ഈ കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ യൂണിവേഴ്സ് എന്ത് അഡ്വൈസാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ തമ്മിൽ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും പറയണമെന്നുണ്ട്. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്ന്, അല്ലെങ്കിൽ അവർ വിഷമിക്കുമോ, ഇങ്ങനെയൊക്കെ ഓർത്ത് നിങ്ങൾ അവരെ സൂചിപ്പിച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുക. അങ്ങനെ ചെയ്യുന്നത്ര നാൾ നിങ്ങൾ സഫർ ചെയ്യുക എന്നല്ലാതെ വേറൊന്നും അതിൽ നിന്ന് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. ഒരു ടൈം വരെ അതെങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി അവസാനം
അതൊരു എൻഡിലേക്ക് പോകും ആ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടിയോ ചീറ്റിംഗ് എനർജിയോ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ നടത്തി നിങ്ങളുടെ ഭാഗം പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ ഹാപ്പി ആയിട്ടും പോകാനായിട്ട് സാധിക്കും. പിന്നെ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഹെൽത്തി ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. എന്നിട്ട് ഈ പറയുന്ന ഇപ്പം നിങ്ങളുടെ റിലേഷനിലായിരിക്കുന്ന ഈ വ്യക്തിയുടെ ഫ്രണ്ട്സും ആൾക്കാരും ഫാമിലീസും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവരാരും തന്നെ ഉണ്ടായിരിക്കാൻ ഒരു ചാൻസും കാണില്ല. അവരുമായിട്ടൊരു കോണ്ടാക്റ്റോ ഒന്നും ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ച് സമയം ചിലവഴിക്കണം. അതുപോലെ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ പോയി കുറച്ച് സമയം ചിലവഴിക്കണം. അതുപോലെ നിങ്ങൾ നല്ല സെൽഫ് ലവ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക ആദ്യം തന്നെ. എന്നിട്ട് ആ കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അതുപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ നല്ലൊരു ഹെൽത്തി ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക. ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും അവർക്ക് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കരുത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ, ഓരോ വ്യക്തിക്കും ഓരോ പേഴ്സണൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടേതായ കാര്യങ്ങളുണ്ട് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അതുപോലെ ചെയ്യാനുമായിട്ട് ശ്രമിക്കുക. അതാണ് ഹെൽത്തി ബൗണ്ടറീസ്. എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ച് വരുന്ന ടൈമിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നു, കോൺവെർസേഷൻ എന്ന് അവിടെ വെച്ച് നിർത്തുക. അതിനുശേഷം അങ്ങനെയുള്ള ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം, നിങ്ങൾക്ക് നല്ലൊരു സമാധാനവും പീസും സന്തോഷമൊക്കെ തനിയെ വന്നു ചേരുക തന്നെ ചെയ്യും. പിന്നെ തൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും എല്ലാം നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് തുറന്നു പറയുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇഷ്ടം, ഇന്ന കാര്യങ്ങൾ ഇഷ്ടമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുക. അതാണ് യൂണിവേഴ്സ്. മറ്റുള്ളവരുമായിട്ട് കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഓവറോൾ ഒരു അഡ്വൈസായിട്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് ആരെങ്കിലുമൊക്കെ ആയിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.